ഈ ഹരിപ്പാട്ട് ഒരു പെൺകുട്ടി ക്ഷേത്രത്തിൽ നീട്ടിയ പ്രസാദത്തിലെ അരളിപ്പൂ കഴിച്ചു. വിദേശത്തേക്ക് പോകാനിരുന്ന കുട്ടിയാണ്, മരിച്ചുപോയി യാത്രയ്ക്ക് തൊട്ട് മുമ്പ്. അപ്പം നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഈ പായസത്തിലുൾപ്പെടെ ഈ വിഷജന്യ വസ്തുവായ അരളിപ്പൂ ഇടുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഓരോ ദേവനും ഓരോ തരത്തിലുള്ള പുഷ്പങ്ങൾ ചെയ്യണം, മന്ത്രം വേണം, ഇതൊന്നും മാറി ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ക്ഷേത്ര പ്രസാദങ്ങളിലും പൊതുവിൽ ഇപ്പോൾ അരളിപ്പൂ കാണുന്നുണ്ട്. ഈ ആ പെൺകുട്ടി മരിച്ചത് അരളിപ്പൂ കൊണ്ടാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അരളിപ്പൂ അത് തിന്നിരുന്നു, അത് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു വഴിയിൽ എന്ന് പറയുന്നു. ഒരുപക്ഷെ അരളിപ്പൂവിനോട് പ്രത്യേക ഒരു അലർജിയോ, അരളിപ്പൂ തിന്നേണ്ട ഒരു സാധനമല്ല, ഒരു ആഹാര സാധനമല്ല അരളിപ്പൂ. അത് വെറുതെ എടുത്ത് വായിലിട്ട് കഴിച്ചു. പ്രസാദത്തിൽ ഒരു കഷ്ണമൊക്കെ വീണു, ഒരു ഏതളൊക്കെ ചിലപ്പോൾ വീണു എന്ന് വരാം. അരളിപ്പൂ വളരെ പോപ്പുലറാണ്, കാരണം അതിന് വിലയും കുറവാണ്. അമ്പലത്തിൽ വേണ്ട പൂക്കൾ അമ്പലത്തിൽ തന്നെ നട്ടു വളർത്തുന്നതല്ലല്ലോ, വില കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ വില കൊടുത്ത് വാങ്ങുന്നതിൽ ഈ ജമന്തി, അരളി ഇതൊക്കെയാണ് ഏറ്റവും വില കുറഞ്ഞ പൂക്കൾ. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും, എല്ലാ ആവശ്യത്തിനൊക്കെ എടുക്കുകയും ചെയ്യാം. അരളിപ്പൂവിൽ വിഷാംശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം. കാരണം അരളി നേരത്തെ മുതൽ ഈ അരളിയുടെ ആ ഇല നമ്മൾ പറിച്ചെടുത്താൽ ഒരു കറ വരുന്ന കാണാം, വെളുത്ത കറ. അപ്പോൾ അതൊക്കെ വിഷാംശമാണ്, അത് നക്കരുത് തിന്നരുതെന്നൊക്കെ പറയും. പക്ഷേ അരളിപ്പൂ ആസ് സച്ച് ഒരു വിഷപദാർത്ഥമല്ല. എന്ന് വെച്ച് ഒരു പ്ലേറ്റ് അരളിപ്പൂ ഒരാളിരുന്ന് തിന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വയറിളക്കമോ ഛർദിയോ സംഗതിയോ ഒക്കെ അപ്പോൾ പിന്നെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നു എന്ന് വരാം. അതാരും ചെയ്യാറില്ലല്ലോ. അമ്പലങ്ങളിൽ പായസത്തിൽ അരളിപ്പൂ എന്ന് പറയുന്നത് ഈ കുറച്ചെടുത്തിട്ട് ഈ പ്രസാദം പവിത്രമാക്കാനായിട്ട് പൂജാരി ഇടുന്നതാണ്. അതിൽ അരളിപ്പൂവിൻ്റെ ഒരു കഷ്ണം, തുളസി കതിര്, എന്തെങ്കിലും തുളസി ഇല 2 ഇതൊക്കെ വീണു എന്ന് വരും. അതാരും കഴിക്കാറുമില്ല. അത് പ്രസാദത്തിൽ നിന്നെടുത്ത് മാറ്റിയിട്ടാണ് ബാക്കി പായസം കഴിക്കുന്നത്. വിഷാംശമുള്ള സാധനം പായസത്തിലൊക്കെ കടന്നാൽ അത് ചൂടുകൊണ്ടൊക്കെ ലയിച്ച് ചേരില്ലേ? ഇല്ല, അതങ്ങനെ ഇട്ട് വേവിക്കാറൊന്നുമില്ല. പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ അരളിപ്പൂ ഇട്ട് വേവിക്കാറില്ല. ചൂടായിരിക്കുമല്ലോ, ശർക്കര പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് തീർത്ഥം പ്രസാദം അതിലിട്ടാണല്ലോ അത് ദേവൻ കഴിച്ചു എന്ന സങ്കല്പത്തിൽ അതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ ഈ പൂവും ഇതുമൊക്കെ ഇടുന്നത്, തുളസിക്കതിരൊക്കെ ഇടുന്നത്. അപ്പോൾ തുളസി ഇല ഒരു ദോഷമല്ലാത്തതുകൊണ്ട് തുളസി ഇല പലരും എടുത്ത് മാറ്റാറില്ല, തിന്നാറുണ്ട്. ബട്ട് പൂക്കളുണ്ടെങ്കിൽ അത് താമരപ്പൂവാണെങ്കിലും റോസാണെങ്കിലും മുല്ലപ്പൂവാണെങ്കിലും അത് പായസത്തിലൊക്കെ കിടക്കുകയാണെങ്കിൽ എടുത്ത് മാറ്റിയാണ് ആൾക്കാർ കഴിക്കാറുള്ളത്. അപ്പോൾ മുല്ലപ്പൂ വിഷമൊന്നും ഇല്ലാത്തതാണല്ലോ എന്ന് വെച്ച് മുല്ലപ്പൂ ആരെങ്കിലും തിന്നാറുണ്ടോ? അതുപോലെയാണ് അരളി. അരളിക്ക് ഈ പറയുന്ന വിഷമൊന്നുമില്ല. അരളി മറ്റേ മഞ്ഞ അരളി ഉണ്ടല്ലോ, അതിൻ്റെ കായ വിഷമാണ്. ഈ അരളിയുടെ ഒന്നും ഇല പശുവോ ആടോ തിന്നാറില്ല. ഒരു ഇലയ്ക്ക് വിഷമുണ്ടോ ഇല്ലയോ, പൂവിന് വിഷമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഫസ്റ്റ് ടെസ്റ്റ് അത് പശു തിന്നുമോ എന്ന് നോക്കുക, ആട് തിന്നുമോ എന്ന് നോക്കുക. അവർ ജന്മം ചെയ്താൽ വിഷമുള്ള സാധനം അവർ തിന്നില്ല. ഒന്നിങ്ങനെ മണത്തിട്ട് അപ്പം തന്നെ തലതിരിച്ച് കളയും. അപ്പോൾ ഈ അരളിയുടെ ഇല ട്രഡീഷണലി പശുവും തിന്നാറില്ല, ആടും തിന്നാറില്ല. അപ്പോൾ അത് കുഴപ്പമുള്ളതല്ലേ? ആ കുഴപ്പമുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യനും തിന്നാറില്ല. പൂജയ്ക്ക് ഒഴിവാക്കിക്കൂടെ? അല്ല, എങ്ങനെ അതിനും മാത്രം വിഷമില്ലെന്ന്, അതിൻ്റെ പൂ ഒഴിവാക്കാനും മാത്രമുള്ള വിഷമൊന്നും അതിലില്ല. ഞാൻ ഈ ഇലയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. തിന്നാൻ പറ്റിയൊരു സാധനമല്ല, പക്ഷേ അലങ്കാരത്തിന്. എൻ്റെ സംശയം രുചി, ഓരോ ദേവതയ്ക്കും അർപ്പിക്കുന്ന പൂക്കൾ എന്തൊക്കെയായിരിക്കണം, മന്ത്രം എന്തായിരിക്കണം എന്നൊക്കെ പറയുന്ന പോലെ എന്നോട് ഒരാൾ പറഞ്ഞു. ഞാൻ ഒരാളുടെ സംശയം ചോദിച്ചു, ഒരു പൂജാരിയാണ്. അദ്ദേഹം പറഞ്ഞ ഓരോ ദേവതയ്ക്കും ഓരോ പൂക്കൾ വിധിച്ചിട്ടുണ്ട്, ഓരോ മന്ത്രമുണ്ട്. മന്ത്രം മാറി ചൊല്ലുകയോ അനിഷ്ടകരമായ പൂജാവസ്തുക്കൾ പൂക്കൾ ഉൾപ്പെടെ ഉപയോഗിക്കുകയോ ചെയ്താൽ വിഗ്രഹത്തിൽ മുളകരച്ച് തേക്കുന്നത് പോലെയാണ് പ്രമാണമെന്ന് പറയുന്നു. അല്ല, അത് ഏത് പ്രമാണമാണെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ ഫിലസോഫിക്കൽ ഒരു തലമുണ്ട്. അത് ഭഗവത്ഗീതയാണ്. പത്രം പുഷ്പം ഫലം തോയം, ഇതാണ് ഭഗവാൻ പറയുന്നത്. പത്രം ഇല, പുഷ്പം, ഏത് പുഷ്പം എന്ന് പറയുന്നില്ല. അത് നമ്മുടെ കായലിൽ ഒഴുകുന്ന കപ്പപ്പായലിൻ്റെ പൂവുണ്ടല്ലോ, ഇത്രയും ഭംഗിയുള്ള പൂ വേറെ കണ്ടിട്ടുണ്ട്. ഒരു ബ്ലൂ അല്പം വയലറ്റൊക്കെ ചേർന്നിട്ട് കായലിൽ നിറയെ. ആ പൂവിനെന്താ തകരാറ്? പക്ഷെ അത് പൂജയ്ക്ക് എടുക്കാറില്ല ട്രഡീഷണലി.
പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗമാണ്. കൃഷ്ണകിരീടം എന്ന് പറഞ്ഞൊരു പൂവുണ്ട്. വെറുതെ കാട്ടിൽ പറമ്പിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയാണ്, അത് കിരീടം പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അതെന്താ പൂജയ്ക്ക് എടുക്കാത്തതെന്ന് ചോദിച്ചാൽ അത് എടുക്കാറില്ല. ഇപ്പോൾ വിഷ്ണുവിൻ്റെ പൂജയ്ക്ക് വെളുത്ത പുഷ്പങ്ങൾ വേണം എന്നാണ് ഒരു ധാരണ. അതുകൊണ്ട് നന്ദ്യാർവട്ടം, മന്ദാരം, മുല്ല ഇതൊക്കെയാണ് വിഷ്ണു പൂജയ്ക്ക് എടുക്കുന്നത്. എന്നാൽ വിഷ്ണു പൂജയ്ക്ക് ചെമ്പരത്തി എടുത്തുകൊണ്ടിരുന്നു എൻ്റെ വീട്ടിലെ ട്രഡീഷണൽ പൂജാരി. എല്ലാ പൂജാ സംഗതിക്കും ഒക്കെ പുള്ളിയാണ് വിളിക്കുന്നത്. പുള്ളി പറഞ്ഞു ആ ചെമ്പരത്തി പറിച്ചുകൊണ്ട് പോകാം. ഞാൻ പറഞ്ഞു അല്ല, അത് ഒന്നുമില്ല. ഇദ്ദേഹമാണ് എന്നോട് പറയുന്നത് ഇതിൻ്റെ മെയിൻ ബേസിക് റൂൾ ഭഗവത്ഗീതയാണ്. ബാക്കിയൊക്കെ ഡിഡക്റ്റഡ് റൂൾസാണ്. നമ്മൾ ഭരണഘടന എന്ന് പറയുമല്ലോ, ഭരണഘടനയുടെ കീഴെ ജനപ്രാതിനിധ്യ നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, വിവാഹ നിയമം, സിവിൽ നിയമം, മറ്റേ നിയമം, മറിച്ച് നിയമം, ഇതെല്ലാം ഭരണഘടനയ്ക്ക് കീഴിൽ. ഭഗവത്ഗീത പൂജയ്ക്കുള്ള പ്രാമാണിക ഗ്രന്ഥമല്ല. പക്ഷേ പോലെയുള്ള അല്ല, ഇത് അതൊക്കെ തന്ത്രവിദ്യയാണ്. കുഴിക്കാട്ട് വെച്ച് തന്ത്രത്തിൻ്റെ ഭാഗമല്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ ഭരണഘടന എന്താ? ഭരണഘടനയായിട്ട് ഈ പൂജാരി എന്നോട് പറഞ്ഞത് ഭഗവാൻ നേരിട്ട് പറഞ്ഞതാണ് ഭഗവത്ഗീത, നേരിട്ട് പറഞ്ഞത്, നോ ഇൻ്റർമീഡിയറ്റ്. അപ്പം അതിൽ പത്രം, പുഷ്പം, ഫലം, തോയം, അതുകൊണ്ട് ഏത് പൂവാണോ അത് പൂജയ്ക്കെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റേ കൃഷ്ണകിരീടം അതൊക്കെ എടുക്കാം, അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൃഷ്ണകിരീടം കൊണ്ട് നിനക്ക് പൂജ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, ഒരു ദോഷവും വരില്ല. ഇതൊക്കെ അറിയാവുന്നവനല്ലേ മഹാവിഷ്ണു. അവന് മഹാവിഷ്ണുവിന് ഇന്ന പൂവിനോട് ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് മഹാവിഷ്ണുവിന് കുറച്ചിലാണ്. ഈ എല്ലാത്തിനെയും പരിപാലിക്കുന്ന ആളാണ്. അല്ല, ശിവന് പൂവല ഉപയോഗിക്കുന്നില്ല, കൂളത്തിലല്ലേ? കൂളത്തില ഉപയോഗിക്കുന്നു. മറ്റേ ഈ പൂ ഉപയോഗിക്കുന്നില്ല, എന്താ അതിൻ്റെ പേര്, അരളി പോലെ വേറൊരു പൂവുണ്ടല്ലോ, അതാണ് ശിവന് ഉപയോഗിക്കുന്നത്. കൂളത്തിൻ്റെ ഇല ഉപയോഗിക്കും. ഒരു പൂവുണ്ടപ്പം, അയ്യോ ഇപ്പോൾ എനിക്കതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് ശിവന് ഇത് ട്രഡീഷണലായിട്ട് കാലങ്ങളിങ്ങനെ എത്ര വർഷമായി തുടങ്ങിയിട്ട് 10,000-15,000 വർഷമായി. അപ്പോൾ അത് വെച്ചിട്ട് ചില സ്പെഷ്യാലിറ്റിയൊക്കെ ചിലർക്ക് തോന്നുന്നു. ദേവിക്ക് ചെത്തിപ്പൂ, ചെത്തിപ്പൂ വിഷ്ണുവിന്, സുബ്രഹ്മണ്യന് എടുക്കാറില്ല, ചെത്തിപ്പൂ എടുക്കില്ല. ഇപ്പോൾ സത്യത്തിൽ ചുവന്ന പൂ തന്നെ എടുക്കില്ല ചില മൂർത്തികൾ. ചുവപ്പാണോ വേണ്ടാന്ന് വയ്ക്കും, റോസാണെങ്കിൽ പോലും വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെയുണ്ട്. ഇപ്പം ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയ ചില മറിമായങ്ങളാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ്. ഒരേ ദേവിക്ക് ചെത്തിപ്പൂ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ സംഭവങ്ങളുണ്ടാകും. അപ്പോൾ എന്താ ആ അമ്പലത്തിൽ മാത്രം അവിടുത്തെ ദേവിക്ക് ചെത്തിപ്പൂ പറ്റില്ല? അയ്യോ, ദേവി എല്ലാ ദേവീക്ഷേത്രങ്ങളും ചെത്തിപ്പൂ പറ്റും, ഇവിടെ പറ്റില്ല. അതെന്താ കാര്യം? അത് 31 അത് വലിച്ച് ചെത്തിപ്പൂ കൊണ്ടുവന്ന് ഇപ്പം ഞങ്ങൾക്ക് അസുഖം വന്നു, അങ്ങനെ വന്നു. ഇതിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ടാവും, വിശ്വസനീയമായ ഐതിഹ്യം. അപ്പോൾ നമ്മൾ വിചാരിക്കാം അതിപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ വേണ്ടപ്പാ. ഒരു മനുഷ്യന് സാമ്പാർ ഇഷ്ടമില്ല, എല്ലാ മനുഷ്യർക്കും സാമ്പാർ ഇഷ്ടമാണ്, ഇയാൾക്ക് മാത്രം ഇഷ്ടം, ഇയാൾക്ക് വെറുപ്പാണ്. സാമ്പാറിൻ്റെ മണം കേട്ടാൽ തന്നെ അയാൾ ഛർദ്ദിക്കും. ശരി, സാമ്പാർ കൊടുക്കണ്ട. ഇതുപോലെയാണ് ഈ മൂർത്തികളുടെ സ്വഭാവം. അതല്ലാതെ ഇതിനൊരു യൂണിഫോം സംഗതി ഒന്നുമില്ല. ഇതൊക്കെ പറഞ്ഞും വിശ്വസിച്ചും ചില അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ വന്നു പോയതാണ്. അതുകൊണ്ട് അരളിപ്പൂവിന് എന്തെങ്കിലും അയിത്തമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ത്രൂ ഔട്ട് എല്ലാ ക്ഷേത്രങ്ങളും ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരാൻ പോകുന്നു, അരളിപ്പൂ ഉപയോഗിക്കണോ വേണ്ടതെന്ന്. ഗുരുവായൂർ നേരത്തെ തന്നെ അരളിപ്പൂ ഉപയോഗിക്കാറില്ല പോലും, ഉപയോഗിക്കാറില്ലായിരിക്കാം. ഗുരുവായൂർ സോറിച്ച് അവർക്ക് ഇപ്പോൾ വില കുറഞ്ഞ അരളിപ്പൂ വാങ്ങേണ്ട കാര്യമില്ല. ബട്ട് അരളിപ്പൂവിനെ പൂജയ്ക്ക് നിന്ന് പുറത്താക്കുന്നത് ദൈവം പൊറുക്കും ഞാൻ വിചാരിക്കുന്നില്ല. ദൈവത്തിന് നിരക്കാത്തൊരു പ്രവൃത്തിയായിരിക്കും അത്. അത് ചെയ്യരുത്. ഒരു പൂവിനെയും അമ്പലത്തിൽ നിന്ന് പുറത്താക്കരുത്. കാരണം ഇൻ പ്രിൻസിപ്പിൾ പത്രം, പുഷ്പം, ഫലം, തോയം ഇതെല്ലാം, വെള്ളം, ഏത് പഴവും ഫലം, ഏത് പഴവും ഉപയോഗിക്കാം. ഇത് പാടില്ല അത് പാടില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ആചരിച്ച് വന്നതിനിടയ്ക്ക് വന്ന് സംഭവിച്ച കുറേ വ്യത്യാസങ്ങളാണ്. അതിന് കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ മറക്കാൻ പാടില്ല. പ്രകൃതിയെ മുഴുവൻ വെച്ച് പരിപാലിക്കുന്ന ദൈവങ്ങൾ
ഒരു പ്രത്യേക പഴത്തോട് ഒരു പ്രത്യേക പൂവിനോടൊക്കെ വെറുപ്പ് കാണിക്കും എന്ന് പറയുന്നത് ആ ദൈവത്തിനൊരു കുറച്ച്. അത് വിഷാംശമുണ്ടെങ്കിൽ ഒഴിവാക്കട്ടെ. അതിൽ വിഷാംശമില്ല. നിങ്ങൾ ഈ പറയുന്ന ടൈപ്പ് വിഷാംശം. ഇപ്പോൾ ഞാൻ പറയുന്നത് എത്ര കാലമായി അരളിപ്പൂ ഉപയോഗിക്കുന്നു, എത്ര കാലമായി. ഇപ്പോൾ ഈ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഹൃദയാഘാതം കൊണ്ടാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത്. ദാരുണമായ വിഷങ്ങൾ ഹൃദയാഘാതം ഉണ്ടാക്കും. ചില ആളുകൾക്ക് ഇനി ഈ പറഞ്ഞ പെർട്ടിക്കുലർ കുട്ടിക്ക് അരളിപ്പൂവിനോട് എന്തെങ്കിലും അലർജി ഉണ്ടായിരുന്നോ എന്നറിയില്ല. അതല്ലാതെ ഈ സംഭവം അല്ലാതെ അരളിപ്പൂ തിന്നിട്ട് ആരെങ്കിലും മരിച്ചു പോയതായിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അതേസമയം അരളി വേരോടെ അങ്ങ് പറിച്ചെടുത്ത് ആന തിന്നുന്ന പോലെ ഒരാൾ തിന്നു കഴിഞ്ഞാൽ ചത്തുപോകില്ല. അരളി തന്നെ ആവണമെന്നില്ല. അതുകൊണ്ട് വിഷാംശമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിലും വിഷാംശമുണ്ട്. ചൊറിയുന്ന ചേമ്പാണ് താള്, അതിൻ്റെ കറി വയ്ക്കുന്നില്ലേ? ചേന ചൊറിയുന്നതല്ലേ? അത് ചൊറിച്ചിലുണ്ടാക്കുന്നത് ഒരു പ്രത്യേക വിഷാംശം അതിലുള്ളതുകൊണ്ടാണ്. കപ്പ അത് വേവിച്ച് ആ കപ്പയ്ക്ക് കട്ട് വിഷാംശമുണ്ട്. കപ്പയുടെ ഇല കഴിച്ച ആട് ചത്തുപോകാറുണ്ട്. അതിൽ കുറേ പശുക്കൾ, ഒരു കുട്ടി കർഷകൻ്റെ പശുക്കൾ നമ്മൾ സംഭവിക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ ആണെങ്കിലും മൃഗങ്ങൾക്കാണ് ഈ ഇൻറ്റ്യൂഷൻ കൂടുതൽ. അവർക്ക് വിഷം പെട്ടെന്ന് മനസ്സിലാവും. മനുഷ്യനെ പോലെയല്ല, വളരെ പെട്ടെന്ന് മനസ്സിലാവും. സുനിൽ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ഒരു പശുക്കിടാവിന് ഇന്ന പുല്ല് തിന്നരുത്, ഇന്നത് മാത്രം തിന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. ഇൻറ്റ്യൂഷനാണ്. അകത്ത് പ്രകൃതി അവരെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവർക്കറിയാം അത് തിന്നാൻ പാടില്ലാത്തതാണ്, ഉടനെ മാറും. അതിനെ മാറ്റിയിട്ട് മറ്റേത് അതിൻ്റെ അടിയിലുള്ള മറ്റേത് മാത്രം തിന്നിട്ടൊക്കെ പോകും. ഇതങ്ങനെ തന്നെ നിൽക്കും. അത് വിഷച്ചെടിയാണ്, അവർക്കറിയാം അത് കഴിക്കാൻ പാടില്ല. വിഷച്ചെടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഒരു തവണ ഛർദ്ദിക്കുക, അതൊരു വിഷമാണോ എന്ന് ചോദിച്ചാൽ ഇൻ ദ സ്ട്രിക്റ്റ് സെൻസ് വിഷമാണ്. പക്ഷേ അതത്ര വലിയ അപകടമൊന്നും അല്ല. ഇപ്പോൾ ഒതളങ്ങ, ഇപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞു. നേരത്തെ ഞങ്ങളുടെ കായൽ പ്രദേശത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിരുന്നു ഒതളങ്ങ. എന്നാൽ എൻ്റെ ഗ്രാമപ്രദേശത്ത് ഒരു സ്ത്രീ ഒതളങ്ങ കഴിച്ചിട്ട് മരിച്ചില്ല. അന്ന് വലിയ ആശുപത്രിയും സംഗതിയൊന്നുമില്ല, ഒരു ചെറിയ ഗവൺമെൻറ് ഡിസ്പെൻസറി ഉണ്ട്, അവിടെ കൊണ്ടുപോയി. ഇവർ കുറേ നേരം ഛർദ്ദിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, ഇവിടെ കിടന്നോട്ടെ. കുറേ ഛർദ്ദിച്ചു, കഴിഞ്ഞു, വൈകുന്നേരം ആയപ്പോൾ എണീറ്റിങ്ങ് പോന്നു. നത്തിങ് ഹാപ്പൻ. ഷീ ഫെയിൽഡ്. പാവം, ചാവാൻ പോയിട്ട് അതുപോലെ നടന്നില്ല, നിർഭാഗ്യവതി. വാഴായി. അതെ. അപ്പോൾ ഇങ്ങനത്തെ വിഷസാധനങ്ങൾ ഒരുപാടൊക്കെ ഉണ്ട്. ചിലതൊക്കെ പിള്ളേർ വായിലിടും, ചിലപ്പോൾ ഒന്ന് ഛർദ്ദിക്കും, വയറിളകും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതിൻ്റെ പേരിൽ വലിയ ചെണ്ടകൂട്ട് നടത്തിയിട്ട് ഒരു പൂവിനെ അമ്പലത്തിൽ നിന്ന് പടിയിറക്കുന്നത് ശരിയല്ല. എത്രയോ കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിൽ യാതൊരു ദോഷവും ഞാൻ കാണുന്നില്ല. എത്ര ഭംഗിയുള്ള പൂവാണത്. അതിൻ്റെ ഞെട്ടിൻ്റെ അറ്റത്തൊരു, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ അത്, മന്ദാരത്തിൻ്റെ കൂടെ ഒരെണ്ണം പറഞ്ഞല്ലോ ഞാൻ, വെളുത്ത നന്ദ്യാർവട്ടത്തിൻ്റെ ഇല നമ്മൾ പറിച്ചു കഴിയുമ്പോൾ അതിന് ഒരു തുള്ളിക്കറ, വെളുത്ത നിറത്തിൽ, ആ കറ കുഴിനഖത്തിന് നല്ലതാണ്. കുഴിനഖത്തിലിട്ട് കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ ഈ സാധനം അങ്ങ് മാറും, ഇളകി അങ്ങ് പോകും. അതൊരു വിഷമാണത്. ഒരു അസിഡിറ്റി ഉണ്ട് അതിന്, സംതിങ് ഈസ് ദെയർ. അതിട്ടാണ് കുഴിനഖം പലപ്പോഴും പണ്ട് ശരിയാക്കിക്കൊണ്ടിരുന്നത്. അത് ഇപ്പോഴും അതെ. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നന്ദ്യാർവട്ടത്തിന് പകരം മറ്റേ ഗന്ധരാജൻ എന്ന് പറഞ്ഞിട്ട് ആ ഇനത്തിൽപ്പെട്ടതാണ്, കുറച്ചുകൂടെ വലിയ പൂവാണ്, അസാമാന്യമായ മണവും. അതിൻ്റെ ഇല പൊട്ടിച്ച് അതിൻ്റെ കറയാണ് ഇടുന്നതെങ്കിൽ ബെസ്റ്റാണ്, നന്ദ്യാർവട്ടത്തേക്കാൾ ഇഫക്റ്റീവാണ്. അപ്പോൾ ഇതെല്ലാം വിഷം ഉള്ളതുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് ഈ കുഴിനഖത്തിനെതിരെ. അതുകൊണ്ട് ആ കറ ആരും തിന്നാറില്ല, ആ ഇലയും ആരും തിന്നാറില്ല. പക്ഷേ ഗന്ധരാജൻ എന്ന പൂവ് എല്ലാവരും ഉപയോഗിക്കാറുണ്ട്, നന്ദ്യാർവട്ടം ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ ഓരോന്നിൻ്റെയും ഇലയോ വേരോ ഒക്കെ ചതച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള വിഷങ്ങൾ. വിഷം എന്ന് പറയുന്നത് ഒരു തരം മരുന്നല്ലേ വാസ്തവത്തിൽ. ആയുർവേദത്തിൽ ഈ സാധനം എല്ലാം മരുന്നാണ്, ഇല്ലേ? സകല സാധനവും ആയുർവേദത്തിൽ മരുന്നാണ്. മരുന്നല്ലാത്ത ഒരു ചെടിയും ആയുർവേദത്തിലില്ല. അപ്പോൾ വിഷാംശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മരുന്നാണ്. അത് പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇടങ്ങഴിയിൽ എന്ത് നാഴിയാക്കി അത്രയും തന്നെ ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ അസുഖം മാറുന്നു. പാമ്പിൻ്റെ വിഷത്തിന് എന്താ ചെയ്യുന്നത്? ആൻറ്റിവെനം എന്ന് പറഞ്ഞ് വിഷം കുത്തിവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷം എപ്പോഴും ഒരു മോശം സാധനമല്ല. വിഷം പലപ്പോഴും വിഷത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുന്ന ഒരു വിഷഹാരിയും കൂടെയാണ് വിഷം. അപ്പോൾ ഈ ഡീറ്റെയിൽസിലേക്ക് പോകാതെ ഈ പൂക്കൾ
തിന്നാനുള്ളതല്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇലയും അതിൻ്റെ കായും ഒന്നും തിന്നാനുള്ളതല്ല. മനുഷ്യന് തിന്നാനുള്ള പ്രത്യേകം പ്രകൃതി സൃഷ്ടിച്ചിട്ടുണ്ട്. ചക്ക, അതിൻ്റെ മണം നിങ്ങൾ ചക്കയിലേക്ക് ആകർഷിക്കപ്പെടും. മാങ്ങ അതുപോലെയാണ്. ഇതൊക്കെ തിന്നാനുള്ള പഴമാണ്. വാഴപ്പഴമൊക്കെ തിന്നാനുള്ള പഴങ്ങളാണ്. തിന്നാൻ പാടില്ലാത്തതാണ് ഈ ഒതളങ്ങയും അത്. അപ്പോൾ അരളിയല്ല, നമ്മളാണ് കുറ്റം ചെയ്യുന്നത്. നമ്മൾ വിശേഷ ബുദ്ധി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രകൃതിയിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. വിഷവും മരുന്നും ഒക്കെ എല്ലാം മരുന്നാണ്. അത് അതിൻ്റെ ഒരു പാകത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അരളി പൂജയ്ക്ക് എടുക്കുന്നതുകൊണ്ട് യാതൊരു തകരാറുമില്ല. അരളിയുടെ ഒരു ഇതൾ പായസത്തിൽ വീണതുകൊണ്ടൊരു തകരാറുമില്ല. പക്ഷേ അരളി തന്നെ ഒരു പ്ലേറ്റിലെടുത്തിട്ട് കുറേ അരളിപ്പൂ അങ്ങ് വെച്ച് അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അത് വിഷമില്ലെങ്കിൽ പോലും പ്രശ്നമുണ്ടാകും. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എന്താ ഒരു ആഹാരമല്ല, അത് നമ്മുടെ ആഹാരമല്ല. മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വണ്ടൊക്കെ തിന്നും, അത് മറ്റ് പക്ഷികളൊക്കെ തിന്നും. ഏതായാലും അരളി അറിയാതെ അരളി ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്, പാവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.